എന്താണ് വിശേഷം, എങ്ങനെയുണ്ടായിരുന്നു കളക്ഷൻ ആൻഡ് വാട്ട് യു ഹാവ് ടു സീ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ സാക്രിഫൈസ്. ഇതിൻ്റെ പുറകിൽ നടന്ന ആ ഒരു ഹെവി വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശേഷം സുഖമായിട്ട് പോണു. അപ്പം സ്വർണം ഈ പറയുന്നത് ടു ബി ഫ്രാങ്ക് ഞാൻ അധികം യൂസ് ചെയ്യുന്ന വ്യക്തിയല്ല, എന്നാൽ പോലും സ്വർണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഹെവി ലൈറ്റ് വെയ്റ്റിൻ്റെ നമ്മുടെ സാഗ് ജ്വല്ലറി ഇപ്പോൾ തൃശ്ശൂർ മാത്രമല്ല എടപ്പള്ളി ഇവിടെയും കൂടി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. സോ കൂടുതൽ പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. വിഷ് യു ഓൾ ദ ബെസ്റ്റ് വൺസ് അഗെയിൻ. നല്ലോണം ഇനിയും പലയിടത്തും അങ്ങ് അറ്റം വരെ ഒരുപാട് സാഗ് ജ്വല്ലറീസ് വരട്ടെ, അവിടെ ഞാനും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ശ്രീദേവി. അടുത്തതായി വൻസിക്കുണ്ടോ അതിനെക്കുറിച്ച്? സോ വാട്ട് യു ഹാവ് ടു സേ? പൊതുവെ എനിക്ക് ഓർണമെൻറ്റ്സിനോട് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കതിനോട് ഭയങ്കര ഒരു ക്രേസായി. അത് തന്നെ ഇപ്പോൾ കമ്മലൊക്കെ ആണെങ്കിലും എനിക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടം ചെറിയ കമ്മലായിരിക്കും. പൊതുവേ ഞാൻ കമ്മലേ ഇടാറില്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ഇപ്പം എൻ്റെ പ്രൊഫഷൻ മോഡലിംഗ് ആണ്. അപ്പോൾ അവിടെ പോകുമ്പോഴാണെങ്കിലും നമുക്ക് വലിയ ഓർണമെൻറ്റ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ബെറ്ററാണ്, ഗുഡാണ്. നല്ല കളക്ഷൻസ് ഉണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് കിട്ടും. എല്ലാം കൊണ്ടും നന്നായിട്ട് മുന്നോട്ട് വരട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഈ ഒരു ഇൻവിറ്റേഷൻ തന്ന് ഇവിടെ എത്തിച്ചതിന്. അപ്പോൾ എനിക്ക് പൊതുവെ ലൈറ്റായിട്ടുള്ള ഓർണമെൻറ്റ്സ്, ഈ മാല കമ്മല ഇഷ്ടമാണ്. ഇപ്പോഴത്തെ നോക്കണ്ട കേട്ടോ, പൊതുവെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇവിടെ നോക്കി നല്ല കളക്ഷൻസ് ഉണ്ട്, ഒരു ഇൻ്റർനാഷണൽ ലുക്കുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് സാഗ് ജ്വല്ലേഴ്സിന്. താങ്ക് യു സോ മച്ച് സൂര്യ. അടുത്തതായിരിക്കുന്നത് അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ജ്വല്ലറീസ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിൽ അങ്ങനത്തെ ജ്വല്ലറി ഇഷ്ടപ്പെടുന്നതാണോ, എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ സാഗ് ജ്വൽസും ഞങ്ങളുടെ കളക്ഷനെ കുറിച്ച്? സീരിയലിൽ ഹെവി ഓർണമെൻറ്റ്സ് ഇടും, ലൈറ്റ് ഓർണമെൻറ്റ്സ് ഇടും. സാഗ് ജ്വല്ലറീനെ കുറിച്ചിട്ട് ഞാൻ ആദ്യമേ അറിയാറുണ്ടായിരുന്നു. തൃശ്ശൂർ ഇവർക്കൊരു ഷോറൂം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇടപ്പള്ളിയിൽ സാഗ് ജ്വല്ലറി വന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇവരുടെ ഇനാഗ്രേഷന് എന്നെ ക്ഷണിച്ചതിലും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. സ്പെഷ്യൽ താങ്ക്സ് പിൻഡോ. ഇനിയും ഉയരങ്ങളിലേക്ക് വളരട്ടെ എന്നും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഇഷാനി. അടുത്തതായി ഏതൊരു സാഹചര്യത്തിലും പറയാനുള്ളത്? എന്തായാലും ഈ സ്ഥാപനം നല്ല വിജയമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നില്ലേ. ഇതുപോലുള്ള പല സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ തുടങ്ങാനും അവർക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഇതിൻ്റെ മാനേജ്മെൻറ്റിനും ഇതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഇന്നിവിടെ വരാൻ സാധിച്ചതിലും നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിലും പിന്നെ ഈ ഒരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ഒക്കെ. ഞാൻ പ്രൊമോ വീഡിയോ കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാഗ് ജ്വല്ലറി തൃശ്ശൂർ മാത്രമല്ല ഇപ്പോൾ എടപ്പള്ളിയിലെന്ന് പറഞ്ഞിട്ട് എറണാകുളത്തും. അപ്പം ഇതേപോലെ ഇനിയും ഒത്തിരി ബ്രാഞ്ചസ് നമ്മുടെ സാർക്കിന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതേപോലെ ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻസൊക്കെ ഞാൻ കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറീസിൻ്റെ ആവശ്യം കൂടുതലാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ജ്വല്ലറീസൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും വരിക, നിങ്ങളുടെ ഫാമിലീസിൻ്റെ അടുത്തും ഒക്കെ പറയുക, വിസിറ്റ് ചെയ്യാൻ, എന്നിട്ട് പർച്ചേസ് ചെയ്യുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, ഇങ്ങനെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരു ഇനോഗ്രേഷന് ഒരു ഭാഗമാവെന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ആൻഡ് അറിയാലോ, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ജ്വല്ലറിയുടെ ഒരു ആണുങ്ങളെക്കാൾ കൂടുതലൊരു പ്രത്യേക ഇഷ്ടമുണ്ടാവും. അതുപോലെ തന്നെ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടിപ്പോൾ ഇവിടെ നിന്നൊരു ചെയിൻ, ഒരു നെക്ലേസ് ഞാനിപ്പോൾ ട്രൈ ചെയ്തു. എങ്ങനെയുണ്ട്, കാണാൻ എങ്ങനെയുണ്ട്? ലൈറ്റ് വെയ്റ്റ് ആണ്, എന്നാൽ പക്ഷെ നമുക്ക് നല്ല ഗോർജസ് ആയിട്ടൊക്കെ അല്ലേ, നന്നായിട്ടില്ലേ?